ഭർത്താവ് ഗൾഫിലാണ്. സുഷമയ്ക്ക് 38 വയസ്സുമായി. തനിയെ താമസിക്കുകയാണ്. ആ സമയത്ത് വീട്ടിൽ ഒരു ഗസ്റ്റായി ഒരു പെൺകുട്ടിയെ കൂടെ ഒന്ന് താമസിപ്പിച്ചാലൊന്ന് തോന്നി. അപ്പോൾ സുഷമയ്ക്ക് എന്താ സംഭവിച്ചത്? ഹായ് മാഡം, എൻ്റെ പേര് സുഷമ. 38 വയസ്സുണ്ട്. എനിക്ക് ഒരു മകൻ മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് ഗൾഫിലാണ്. മകൻ ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്ന് പഠിക്കുകയാണ്. അവനെ ഹോസ്റ്റലിൽ ചേർക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ലായിരുന്നു. എങ്കിലും അവൻ ഹൈസ്കൂളിൽ തൊട്ട് അവിടെ നിന്നോട്ടെ എന്ന് എൻ്റെ ഹസ്ബൻഡാണ് പറഞ്ഞത്. പുള്ളിക്ക് വിദ്യാഭ്യാസത്തിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ചിന്താഗതിയാണ്. മനസ്സോടു കൂടിയാണ് ഞാൻ സമ്മതിച്ചത്. കാര്യം ഞാനിപ്പോൾ വീട്ടിൽ തനിച്ചാകും. എൻ്റെ അമ്മായിമ്മയും ആ സമയത്ത് മരിച്ചു പോയിരുന്നു. ഹസ്ബൻഡ് ഇപ്പോൾ പറഞ്ഞു, ഒന്നും സാരമില്ല, അവനോടൊന്ന് പഠിച്ചോളും, നീ തന്നെ താമസിച്ച എന്താ കുഴപ്പം, നിനക്ക് നല്ല ധൈര്യമുള്ളവളല്ലേ, എന്നെ ഭരിക്കാൻ വലിയ മിടുക്കാണല്ലോ, തന്നെ താമസിക്കാൻ നിനക്കെന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഞാനും ഒന്നും പറഞ്ഞില്ല. ഇടയ്ക്കിടയ്ക്ക് ഭർത്താവിനോട് ഞാൻ വഴക്കുണ്ടാക്കാറുണ്ട്. പിന്നെ തനിയെ താമസിക്കുന്നത് ഒരു പ്രശ്നമായിട്ട് ആദ്യം തോന്നിയില്ലെങ്കിലും വൈകുന്നേരം ആകുമ്പോൾ മിണ്ടാനും പറയാനും ആരുമില്ല. അതുമാത്രമല്ല, ഞാൻ തനിയെ താമസിക്കുന്നത് കണ്ട് ഇനി വല്ല കള്ളന്മാരോ മറ്റേതെങ്കിലും ആളുകളോ വരുമോ എന്നൊരു ഭയം എനിക്കുണ്ടായിരുന്നു. ബന്ധുക്കളെയോ നാട്ടുകാരെ വിളിച്ച് കൂട്ടിന് കിടത്താൻ പറ്റുന്ന സിറ്റുവേഷനല്ല. ആ സമയത്താണ് അപ്പുറത്ത് ഓമനയമ്മയുണ്ട്. എൻ്റെ ഒരു റിലേറ്റീവാണ്. അവർ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ അറ്റൻഡറാണേ. എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ, നീ എന്തിനാ വിഷമിക്കുന്നത്? കോളേജിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ അവിടുത്തെ ഹോസ്റ്റലിൽ നിൽക്കാൻ ഭയന്നിട്ട് പുറത്തുള്ള എത്രയോ നല്ല ഹോസ്റ്റലുകളോ ഗസ്റ്റായിട്ടോ ഒക്കെയുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. നീ പറഞ്ഞാൽ മതി, ഞാൻ എൻ്റെ കോളേജിലുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ഇവിടേക്ക് അക്കോമഡേറ്റ് ചെയ്യാം. നിനക്ക് മാസത്തിൽ ഒരു വരുമാനമാകും. ആ പെൺകുട്ടി മിക്കവാറും ദിവസങ്ങളിൽ ഇവിടെ കാണുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി നല്ല ഐഡിയയാണ്. അങ്ങനെയാണ് ഓമനമേരി പെൺകുട്ടിയെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അവൾ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്. ഹോസ്റ്റലിൽ നിൽക്കാൻ ഒട്ടും ഇഷ്ടമല്ല. നല്ല റിച്ച് ഫാമിലിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. അവളെ നമുക്ക് ലച്ചു എന്ന് വിളിക്കാം. ലച്ചു വന്നു കഴിഞ്ഞപ്പോഴേ ഈ വീട് കണ്ട് ഇഷ്ടപ്പെട്ടു. അയ്യോ, ലച്ചു ഞാനും കൂടി പെട്ടെന്നെടുത്തു. അവൾ ഇവിടെ വന്ന് താമസിക്കുന്നതിൽ എനിക്കൊരു പ്രയോജനമില്ല. ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ നല്ല വൈബുണ്ടെന്ന് തോന്നി. അങ്ങനെ അവളോട് വന്ന് താമസിക്കാൻ തുടങ്ങി. അവളുടെ അച്ഛനും ഗൾഫിലാണ്. പിന്നെ അമ്മയ്ക്കും സർക്കാർ ജോലിയാണ്. ദൂരെയാണ് വീട്. എന്തായാലും പോയി വരിക നടക്കുന്ന കാര്യമല്ല. കാണാനൊക്കെ അതീവ സുന്ദരിയാണ് ലച്ചു. അവളെ കണ്ടു കഴിഞ്ഞാൽ ഏതിനാണ് നോക്കിപ്പോകും. ഇവിടെ ചില സമയത്ത് ടീഷർട്ടും ബർമുടയൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ ഞാൻ പറയും, മോളെ നിനക്കിത് നന്നായി ചേരുന്നില്ല, നീ ഒരു ശാലീന സുന്ദരിയാകുന്ന നല്ലതെന്ന്. അപ്പോൾ അവൾ പറയും, പിന്നെ ഈ സമയത്ത് ശാലീന സുന്ദരി? മോളെ, നിനക്കറിയില്ല, കല്യാണം കഴിക്കാൻ വേണ്ടി ആണുങ്ങൾക്കിഷ്ടം ശാലീന സുന്ദരികളെയാണ്. എൻ്റെ ഭർത്താവ് എൻ്റെ ശാലീന സൗന്ദര്യം കണ്ട കല്യാണം കഴിച്ചെന്ന് എന്നോട് എപ്പോഴും പറയും. പുള്ളിക്ക് മോഡേൺ പെണ്ണുങ്ങളെ അത്ര ഇഷ്ടമല്ല. അതൊക്കെ കള്ളത്തരം വരച്ചി. അതെല്ലാം ആണുങ്ങളുടെ ഓരോ ട്രിക്കുകളാണ്. അവർക്ക് എല്ലാവരെയും ഇഷ്ടമാണ്. പിന്നെ നാട്ടുകാരെ വീട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി പറയും ശാലീന സുന്ദരിയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ വീട്ടിൽ അടങ്ങി നിൽക്കുമല്ലോ. അതാണ് അവരുടെ ലക്ഷ്യം. നീ നമ്മളെ എങ്ങനെയൊക്കെ പറഞ്ഞത്? നീ ഫെമിനിച്ചിയാണോ? എന്താണെങ്കിലും എനിക്കൊന്നുമില്ല. എനിക്ക് കല്യാണം കഴിക്കാൻ തീരെ താല്പര്യമില്ല ചേച്ചി. അല്ലാതെ ജീവിക്കാമല്ലോ. നീ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, ഈ ലിവിങ് ടുഗദറൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നിൻ്റെ ഉദ്ദേശം ലിവിങ് ടുഗദറാണ്, കല്യാണമൊന്നും കഴിക്കണ്ട. പിന്നെ പെണ്ണുങ്ങൾ ഭൂമിയിലേക്ക് ജനിക്കുന്നത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണോ? ജീവിതം എൻജോയ് ചെയ്യണം, അതാണ് എൻ്റെ ലക്ഷ്യം. നീ എന്താ മോളെ ഉദ്ദേശിക്കുന്നത്? നിനക്ക് വേറെ എന്തെങ്കിലും ഇഷ്ടമുണ്ടോ? അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് വേറെ ഒരിഷ്ടമല്ല, ഒത്തിരി ഇഷ്ടങ്ങളുണ്ട്. ആണുങ്ങളെ എനിക്കിഷ്ടമാണ്, വെറുപ്പില്ല. പക്ഷേ ഒരാണിനെ മാത്രം കല്യാണം കഴിച്ച് അയാളുടെ കൂടെ ജീവിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായോഗികമായ ഒരു ജീവിതമല്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? നിൻ്റെ ആഗ്രഹം എന്താ? ചുമ്മാ ഇങ്ങനെ കറങ്ങി നടക്കുന്നതാണോ? അങ്ങനെയുള്ള പെണ്ണുങ്ങളെ വളരെ മോശപ്പെട്ട സ്ത്രീകളായിട്ടാണ് സമൂഹം കാണുന്നത്. സമൂഹം എങ്ങനെയെങ്കിലും കാണട്ടെ ചേച്ചി, നമുക്ക് നമ്മുടെ ഇഷ്ടം. എൻ്റെ പൊന്നുമോളെ, നീ പറഞ്ഞത് കേട്ട് എനിക്ക് പേടിയാകുന്നു. നീ ഇവിടെ നിന്ന് എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കുമോ? ചേച്ചിക്ക് അത്ര പേടിയാണെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും വീട് നോക്കി പോയിക്കോളാം. അതല്ല മോളെ പറഞ്ഞത്. എന്നാലും ഒരു സ്ത്രീ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒത്തിരി ശ്രദ്ധിക്കണ്ടേ? നീ ഇങ്ങനെ കറങ്ങി നടക്കും ഒരാളെ തന്നെയല്ല നിനക്ക് ഇഷ്ടം. ഒത്തിരി ഇഷ്ടം എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കങ്ങ് പേടി തോന്നുന്നു. ഇത്രയൊന്നും ചേച്ചി പേടിക്കേണ്ട കാര്യമില്ല. ചേച്ചിക്ക് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ആണുങ്ങളുമായിട്ട് പ്രേമം ഉണ്ടായിരുന്നോ? ഞാനൊന്നും മിണ്ടിയില്ല. സത്യസന്ധമായി പറയൂ. ഞാൻ പറഞ്ഞുണ്ടായിരുന്നു. എന്നിട്ട് ആ ആളാണോ കല്യാണം കഴിച്ചത്? അല്ല. ആ ആളുമായിട്ട് എത്ര അടുപ്പമുണ്ടായിരുന്നു? നീ എന്താ എന്നെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നേ? അല്ല പറയുന്നേ, ചേച്ചിക്ക് ഇത്രയും സംശയങ്ങളും വിഷമങ്ങളും ഒക്കെ അല്ലേ? അത് പിന്നെ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില
ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് ആ ചില കാര്യങ്ങൾ? ഒരു ജസ്റ്റ് ഞങ്ങൾ കെട്ടിപ്പിടിക്കുക, ഉമ്മ വയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങേര് ആ സമയത്ത് അതിലും കൂടുതൽ കാര്യങ്ങളിലേക്ക് ചേച്ചിയെ കൊണ്ടുപോയിരുന്നെങ്കിൽ ചേച്ചി സമ്മതിക്കുമായിരുന്നോ? അതെനിക്കറിയില്ല. അങ്ങനെ പറയരുത്. നിങ്ങൾ രണ്ടുപേരും ഇടപെട്ട ഒരു കാര്യമാണ്. അപ്പോൾ സമ്മതിക്കുമായിരുന്നോ ഇല്ലയോ? പുള്ളി കുറച്ച് മിതത്വത്തിൻ്റെ ആളായിരുന്നു. അല്ലെങ്കിൽ ഞാൻ സമ്മതിച്ചേന്ന് തോന്നുന്നു. പുള്ളി അധികമൊന്നും എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പിന്നെ ആണല്ലേ ഇത്തിരി കുസൃതികൾ, അതെനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങേർക്ക് ഇഷ്ടമായിരുന്നു. അങ്ങേര് മുൻകൈ എടുത്തിരുന്നെങ്കിൽ ചേച്ചിക്ക് സമ്മതം, എല്ലാം അങ്ങ് നടന്നേനെ. അങ്ങനെയല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിലും ഏകദേശം അങ്ങനെ തന്നെ. ഓക്കെ. എന്നിട്ട് ചേച്ചിക്ക് അയാൾ വിട്ട് കല്യാണം നടന്നോ? ഇല്ല. ചേച്ചി ആരെ കല്യാണം കഴിച്ചത്? വേറൊരു പുരുഷനെ. അപ്പോൾ ചേച്ചിയുടെ ജീവിതത്തിൽ തന്നെ 2 പുരുഷന്മാരില്ലേ? ഇനിയിപ്പോൾ വേറെ ആളെ കണ്ടു കഴിഞ്ഞാൽ ചേച്ചിക്ക് ഇഷ്ടം തോന്നില്ലെന്ന് ആര് കണ്ടു? ഒന്ന് പോടി, തോന്നിയ ദിവസം പറയാതെ. എൻ്റെ ഭർത്താവിനെ പിന്നെ ഞാൻ ദൈവത്തെ പോലെ കാണുകയാണ്. ഒരു മകനെ എനിക്ക് തന്നു. അദ്ദേഹം പറയുന്നത് കേട്ട് ജീവിക്കുന്നൊരു സ്ത്രീയാണ് ഞാൻ. പിന്നെ ഇവിടെ വന്നിപ്പോൾ 1 മാസമേ ആകുന്നുള്ളൂ. എന്നിട്ട് ചേച്ചി ഭർത്താവിനെ ഫോണിൽ കൂടെ കിടന്ന് എന്തൊക്കെയാ പറയുന്നത്? അങ്ങേർക്ക് അവിടെ സ്വസ്ഥതയുണ്ടോ? അപ്പോൾ നീ വന്നത് പിന്നെ ഞാനും ഹസ്ബൻഡും കൂടെ സംസാരിക്കുന്നത് നീ കേൾക്കുന്നുണ്ട്. അത് പിന്നെ കേൾക്കാതിരിക്കുമോ? 8 ദിക്കും പൊട്ടുമാറ് ഉച്ചത്തിലല്ലേ പറഞ്ഞത്. എൻ്റെ റൂമിലിരുന്നാലും കേൾക്കാം. പിന്നെ നാട്ടുകാർ, അയൽക്കാർ ഒക്കെ കേൾക്കുന്നുണ്ടാകും എന്ന് പറഞ്ഞു. ഞാൻ ഓർത്തു ഇവിടെ വന്നപ്പോഴേ എന്നെ കുറ്റം പറയുകയാണല്ലോ. എനിക്കങ്ങ് വിഷമമായി. ഒരു പെൺകുഞ്ഞു കൂടി വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ നടന്നില്ല. അദ്ദേഹം ഗൾഫ് വിട്ട് ഇവിടെ അധികാലം വന്ന് നിൽക്കില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല. അന്ന് എനിക്ക് ഭർത്താവിൻ്റെ അമ്മ ഉൾപ്പെടെ വലിയ ബാധ്യതകളുണ്ടായിരുന്നു. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ പറഞ്ഞു, എടീ നിന്നെപ്പോലെയാണ് എനിക്കൊരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ അവളെ 10 വെട്ടി അടിക്കേണ്ടി വന്നേനെ. അത്രയ്ക്ക് നിനക്ക് നാക്കുണ്ട്. അപ്പോൾ ചേച്ചിക്ക് നാക്കില്ലേ? എൻ്റെ പൊന്നുമോളെ, എനിക്ക് നിന്നോട് തർക്കിക്കാൻ വയ്യ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പിന്നീട് ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കും. പക്ഷേ എനിക്ക് അവളോടൊരു ഇഷ്ടമുണ്ട്, അവൾക്ക് എന്നോടൊരു ഇഷ്ടമുണ്ട്. തറുതല പറയുന്ന പിള്ളേർ എന്തായാലും അമ്മമാർക്ക് ഇഷ്ടക്കേട് തോന്നുമെങ്കിലും ആത്യന്തികമായി ഇഷ്ടം കൂടുതലായിരിക്കും. അങ്ങനെ ഞാൻ എൻ്റെ ഒരു മകളെപ്പോലെയാണ് അവളെ കണ്ടത്. വഴക്കുണ്ടാക്കിയാണ് ഞങ്ങളുടെ ബന്ധം ശക്തമായത്. പിന്നെ ഭർത്താവ് വീഡിയോ കോൾ വിളിക്കുമ്പോൾ അവളോട് സംസാരിക്കാറുണ്ട്. ഞാനും കൂടെ നിൽക്കും. എന്തായാലും ഭർത്താവിനും അവളെ ഇഷ്ടപ്പെട്ടു. മോൻ മാസത്തിൽ 2-3 ദിവസത്തോടെ വരും. അവനാണെങ്കിൽ അവളെ ജീവനാണ്. പെട്ടെന്ന് തന്നെ അടുത്തു. സത്യം പറഞ്ഞാൽ അവൾ വന്ന എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടായി. പിന്നെ ഒരു ദിവസം ഞാൻ വൈകിട്ട് സിറ്റൗട്ടിലിരിക്കുമ്പോൾ അവൾ വന്ന് എന്നോട് ചോദിച്ചു, ഞാൻ ചേച്ചിയുടെ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. ചേച്ചിയുടെ ഹസ്ബൻഡ് എപ്പോഴൊക്കെയാണ് വരുന്നത്? പുള്ളി 1 വർഷം 2 വർഷം ഗ്യാപ്പിലൊക്കെയാണ് വരുന്നത്. പക്ഷേ നല്ല ബിസിനസ്സോ അങ്ങനെ ഒത്തിരി പണമൊക്കെ ഉള്ള കൂട്ടത്തിലല്ലേ? പണമൊക്കെ ഉണ്ട് മോളെ, പണത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെയെങ്കിൽ അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് വന്നുകൂടെ? 6 മാസം കൂടി ഇരിക്കുമ്പോൾ കല്യാണം കഴിച്ച സമയത്ത് ഞാനും മിക്കവാറും പറയുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വന്നുകൂടെ എന്ന്. ക്യാഷിൻ്റെ ബുദ്ധിമുട്ടില്ലല്ലോ. പക്ഷേ അദ്ദേഹം പറയും, അതേ ബിസിനസ്സും കൂടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വരുന്നത് നടക്കുന്ന കാര്യമില്ല, മാറി നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന്. പിന്നെ ഞാൻ നിർബന്ധിക്കാൻ പോയില്ല, അതൊരു ശീലമായി. അപ്പോൾ ചേച്ചിക്ക് ഭർത്താവിനെ ഇടയ്ക്കിടയ്ക്ക് കാണണം തോന്നില്ലേ? അതൊക്കെ തോന്നുമായിരുന്നു. പക്ഷേ അതൊക്കെ ആദ്യകാലം. ഇപ്പോൾ പിന്നെ അഡ്ജസ്റ്റഡായി. പുള്ളി വരുന്നത് കാത്തിരിക്കും. നിങ്ങൾ തമ്മിൽ ഭയങ്കര അറ്റാച്ച്ഡ് ആണോ? എടി നീ എന്താ ചോദിക്കാൻ വരുന്നത് എനിക്ക് മനസ്സിലായി. അതൊക്കെ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ നല്ല രീതിക്ക് തന്നെയാണ് പോകുന്നത്. മനസ്സുകൾ തമ്മിൽ ഒരടുപ്പമുണ്ട്, അത് മതി. ഇങ്ങനെ മാനസികമായ അടുപ്പം കൊണ്ട് എന്താകാനാ ചേച്ചി? പിന്നെ ഞാനെന്ത് ചെയ്യണം? ഭർത്താവ് വീഡിയോ കോൾ വിളിക്കുമ്പോൾ അങ്ങനെ കൈ പിടിച്ച് വലിക്കണോ? അതൊന്നും വേണ്ട. ചേച്ചിക്ക് ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാമല്ലോ. നീ എന്താ ഉദ്ദേശിക്കുന്നത്? പുറത്തുള്ള ബന്ധങ്ങളാണെങ്കിൽ എനിക്കത് ഇഷ്ടമല്ല. നിന്നെപ്പോലെ ഞാൻ ഫെമിനിറ്റിയൊന്നുമല്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ പൊട്ടിച്ചിരിച്ചു. എന്തിനാ പുറത്തെ ബന്ധങ്ങൾ? അകത്ത് തന്നെ ബന്ധങ്ങൾ ഉണ്ടാക്കാമല്ലോ. നീ എന്താ ഉദ്ദേശിക്കുന്നത്? അതെ, നല്ല നല്ല യന്ത്രങ്ങൾ കിട്ടും, അതറിയാമോ? കണ്ടിട്ടുണ്ടോ യന്ത്രങ്ങളോ? അവളപ്പോൾ ആംഗ്യം കാണിച്ചു. ഷോ, എനിക്ക് പേടിയാ. ഞാൻ അത് കേട്ടിട്ടുണ്ട്, പിന്നെ ചില വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷേ എനിക്കെന്തോ പേടിയാണ്. എനിക്കിതൊക്കെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു പാപബോധം. അത് ചേച്ചിക്ക് എന്തോ പ്രശ്നം ഉണ്ടായിട്ടാണ്. ഇതിലൊക്കെ എന്തിനാണ് പാപം? അത് ഒരു യന്ത്രമാണെങ്കിൽ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കും. അത് മാത്രമല്ല, സാധാരണ ദീർഘനേരം ഏതെങ്കിലും ആളുകൾക്ക് പറ്റുമോ?
ആവശ്യമോ ഇല്ല, ഇതാണെങ്കിൽ ബാറ്ററി തീരും വരെ എന്ന് പറഞ്ഞു. എടീ, നിനക്കിതൊക്കെ എങ്ങനെ അറിയാം ഈ ചെറുപ്രായത്തിലെ? എടീ, നീ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, നിന്നെ പിടിച്ചാൽ കിട്ടില്ല. ആൻറ്റി അങ്ങനെ പറയരുത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ആൻറ്റിയോട് ഞാൻ പറഞ്ഞു എനിക്ക് ഒത്തിരി പേരെ ഇഷ്ടമാണെന്ന്. അപ്പോൾ ആൻറ്റി പറഞ്ഞു അത് പറ്റില്ല, ഒത്തിരി പേരെ ഇഷ്ടപ്പെടുന്നത് ചീത്ത സ്ത്രീകളാണ്, അങ്ങനെ പോകാൻ പാടില്ലെന്ന്. അപ്പോൾ എൻ്റെ മോഹങ്ങളൊക്കെ ഞാൻ എവിടെ കൊണ്ടുപോയിക്കും? കടലിലോ? എൻ്റെ മോഹങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഉപയോഗിക്കുന്നതിൽ എന്ത് തെറ്റാ കാണുന്നത്? അതും പാപം ഇതും പാപം. അപ്പം സ്ത്രീ എന്ത് ചെയ്യണം? വെറുതെ നടക്കണോ? എൻ്റെ പൊന്നുമോളെ, നീ തർക്കിച്ച് പറയുമ്പോഴേക്കും ഓക്കെ എന്ന് പറയാം. എന്നാലും നിന്നെ കല്യാണം കഴിക്കുന്ന ചെക്കൻ അവൻ നിന്നെ സംശയിക്കും. അതുമാത്രമല്ല, ആവശ്യമില്ലാത്ത പലതരം മാറ്റങ്ങളും ഉണ്ടാകുമെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പേ ചേച്ചിക്ക് കുറച്ച് കാര്യങ്ങളെ അറിയുള്ളൂ, ഇപ്പം വിശദമായിട്ട് എല്ലാം അറിയാമല്ലോ. നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പൊടി, ഞാനൊന്നും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ അവൾ ഉപയോഗിച്ചിരുന്നു, അപ്പോൾ അവളാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ കൂട്ടുകാരിക്ക് ആവശ്യമില്ലാത്ത മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ലേ? അതെനിക്കറിയില്ല. അവളുടെ ഭർത്താവ് ഒരു പൊട്ടനാണെന്ന് തോന്നുന്നു, ഒന്നും അറിയില്ല. അവളുടെ ഭർത്താവ് ഗൾഫിലാ. അത് കൊള്ളാം. അവരുടെ ഭർത്താവ് പൊട്ടനാണ്, ഒന്നും അറിയില്ല. അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നു. പക്ഷേ ചേച്ചിയുടെ ഭർത്താവ് എങ്ങനെയാ? എൻ്റെ ഭർത്താവ് വലിയ ബുദ്ധിമാനാണ്. അപ്പോൾ ബുദ്ധി പേടിച്ചിട്ടാണ് ചേച്ചി ഇതൊന്നും ഉപയോഗിക്കാത്തത്, അല്ലാതെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. അല്ലടി, അതൊക്കെ യന്ത്രങ്ങളല്ലേ, എനിക്കങ്ങ് പേടിയാ. അതിനെന്താ, അതൊക്കെ വളരെ സേഫാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സേഫ്. എടി, എന്നാലും ഞാൻ ഒരു കാര്യം പറയാം. നീ ഇങ്ങനെ തുടർച്ചയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിൻ്റെ കല്യാണത്തിന് അത് വലിയ പ്രശ്നമാകും. അതിന് ഞാൻ കല്യാണം കഴിക്കുന്നില്ലല്ലോ, ഞാൻ ഫെമിനിറ്റിയാണെന്നല്ലേ ചേച്ചി പറഞ്ഞത്. എനിക്ക് കല്യാണം ഇല്ല. ഞാനേ ഇതൊക്കെ അറിയാവുന്ന ഏതെങ്കിലും ചെക്കനെ കല്യാണം കഴിച്ചോളാം. അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ പറയും ഇങ്ങനെയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ ഉപയോഗിക്കുന്നവനോട് അങ്ങ് പറയും. ഇതൊക്കെ കേട്ട് നിന്നെ കെട്ടാൻ ആര് വരും? അതൊക്കെ ഇപ്പോഴത്തെ കാലത്തെ ആണുങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചേച്ചി വെറുതെ ഭയങ്കര തറവാടുത്തമുള്ള സ്ത്രീയായിട്ട് ആക്ട് ചെയ്യുന്നു. അങ്ങനെയല്ലടി, എന്നെ അങ്ങനെയാണ് എൻ്റെ വീട്ടിൽ വളർത്തിയത്. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം. ചേച്ചിക്ക് ഞാൻ പുതിയൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ചേച്ചി അതിന്ന് രാത്രി ഒന്ന് നോക്കുക. ഒന്ന് പൊടി, എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്ക് പേടിയാണെന്ന് പറഞ്ഞല്ലോ. ചേച്ചി ഇതിനകത്ത് പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. ഒന്നും മാറില്ല, ഒന്നും വ്യത്യാസപ്പെടില്ല. ഇപ്പോൾ അത്യാധുനിക കാര്യങ്ങളാണ്, പണ്ട് അങ്ങനെയല്ലായിരുന്നു. ഇപ്പോൾ പല വിധത്തിലുള്ളതുണ്ട് എന്ന് പറഞ്ഞ് അവൾ റൂമിൽ പോയിട്ട് ഒരു ബോക്സ് എടുത്തുകൊണ്ട് വന്നു. അതിത്തിരി വലിയ ബോക്സാണ്, അത് പൊട്ടിച്ചതായിരുന്നു. നീ ഇത് എപ്പോൾ വരുത്തി? അതൊക്കെ ഞാൻ വരുത്തി. ചേച്ചി ഇത് കാണ് എന്ന് പറഞ്ഞിട്ട് അവൾ പുറത്തേക്കെടുത്ത സംഗതികൾ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. എനിക്കാണെങ്കിൽ വല്ലാത്തൊരു ചമ്മൽ. അവൾ അതിൽ നിന്ന് ആദ്യത്തെ പീസ് എടുത്തു. അപ്പോൾ അത് കണ്ട് ഞാൻ ചമ്മിപ്പോയി. അപ്പോൾ അവൾ പറഞ്ഞു ഇത് ഏറ്റവും ചെറുതാണ്, ഞാൻ 2-3 കൂടെ കാണിക്കാം. അതിൽ ചേച്ചിയുടെ ഹസ്ബൻഡിനെ ഓർമ്മ വരുന്നെന്ന് പറയുമ്പോൾ അവിടെ നിർത്തണം, എന്നോട് പറയണം എനിക്കത് വേണമെന്ന്. അത് ചേച്ചിക്ക് സ്വന്തം. ഒന്ന് പൊടി, എന്നാലും കാണൂ എന്ന് പറഞ്ഞവൾ നിർബന്ധിച്ച് ഇങ്ങനെ കാണിച്ചു. രണ്ടാമത്തെ കാര്യം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെയാണെന്നും. അത്രയേ ഉള്ളോ? അവൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എന്തിനാണ് നീ ഇങ്ങനെ ചിരിക്കുന്നത്? എൻ്റെ പൊന്നു ചേച്ചി, ഇതൊക്കെ ആവറേജാണ്, നോക്കൂ ഞാനിതാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞ് അവൾ കാണിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. അത് കൊള്ളാം, എൻ്റെ ഭർത്താവ് എന്തോ സിംഹമാണെന്ന് പറഞ്ഞ ചേച്ചിക്ക് പറ്റിയ ഒരബദ്ധമേ എൻ്റെ പൊന്നു ചേച്ചി. അപ്പോൾ ചേച്ചി ഞാൻ കാണിച്ച രണ്ടാമത്തെ സംഗതിയില്ലേ, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രത്യക്ഷമായ യാതൊരു മാറ്റങ്ങളും ഉണ്ടാകില്ല. പിന്നെ ഒരു കാര്യം പറയാം, ഞാൻ ഉപയോഗിക്കുന്നത് കണ്ടല്ലോ, അത് ഞാൻ 2-3 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നീ അപ്പോൾ വളരെ ചെറുപ്പത്തിലെയോ? പിന്നെ എൻ്റെ ഹോസ്റ്റലിലൊക്കെയുള്ള പിള്ളേരൊക്കെ എനിക്ക് നേരത്തെ തന്നെ ട്രെയിനിങ് തന്നിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ കാര്യത്തിലൊക്കെ സൂപ്പർ കൂളാണ്. ചേച്ചിയോട് ഞാൻ പറയാം, എന്തായാലും എൻ്റെ സൈസ് ചേച്ചി ഉപയോഗിക്കേണ്ട. ചേച്ചി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചത് തീരെ ചെറുതല്ലേ, അത് ഒരു പ്രശ്നവുമില്ല. ഹസ്ബൻഡിന് ഒന്നും മനസ്സിലാകില്ല. കാര്യം അങ്ങേർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ എന്ന് പറഞ്ഞു. എടീ, നീ എൻ്റെ ചേട്ടനെ അപമാനിക്കുകയാണോ? ഞാൻ അപമാനിച്ചതൊന്നുമല്ല ചേച്ചി, പറയുന്ന ബിൽഡപ്പ് കേട്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ ഇതിൽ നോർമലാണ്, ഒരു പ്രശ്നവുമില്ല. എന്നാലും ഇങ്ങനെ കൂടുതൽ ബിൽഡപ്പ് സ്വന്തം ഭർത്താവിന് കൊടുക്കല്ലേ ചേച്ചി? എന്തായാലും ഇത് ഉപയോഗിക്കണമെന്നും ഞാൻ പറഞ്ഞു. വേണ്ട വേണ്ട, എനിക്കങ്ങ് വേണ്ട, കാണാനുള്ള കൗതുകം കൊണ്ട് ഞാൻ കണ്ടെന്നേ ഉള്ളൂ, ഇതൊക്കെ ഉപയോഗിക്കുന്നത് ശരിയാകില്ല. അപ്പോൾ അവൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല, എന്തായാലും നമ്മൾ തമ്മിൽ ഇത്ര അടുത്തല്ലോ, ഈ ഒരു കാര്യത്തിൽ എനിക്ക് ചേച്ചി ഒന്ന് സഹായിക്കണം തോന്നുന്നു. നിൻ്റെ സഹായം എനിക്ക് വേണ്ട. സഹായിക്കും ഞാൻ ഇന്ന്, അല്ലെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് ഒരു ഡെമോൺസ്ട്രേഷൻ നോക്കാം. ഒന്ന് പോവച്ചേ, എന്നെ വെറുതെ ശല്യപ്പെടുത്താതെ. അല്ല പ്ലീസ്, ഞാൻ പറഞ്ഞത് കേൾക്കൂ, ഒരു പ്രശ്നവുമില്ല. എന്നെ മോളായിട്ടൊന്നും കാണണ്ട, എന്നെ നല്ലൊരു സുഹൃത്തായി കണ്ടാൽ മതി. ഒരു വട്ടം
ചേച്ചി ഈ കാര്യം ഒന്ന് ട്രൈ ചെയ്യണം. അത് കഴിയുമ്പോൾ എന്നെ കുറ്റം പറയുകയാണെങ്കിൽ പറഞ്ഞു, ഞാൻ പിന്നീട് ഒരിക്കലും നിർബന്ധിക്കില്ല. മോളെ വേണ്ടാടി, ശരിയാകില്ല. ശരിയാകും, പ്ലീസ് ഇപ്പം തന്നെ വാ, ഞാൻ ശരിയാക്കി തരാം. വേണ്ട വേണ്ട, ഞാൻ നോക്കാം, അതല്ല ഞാൻ തന്നെ ശരിയാക്കി തരാം. ഇനിയിപ്പം നമ്മൾ തമ്മിൽ ഇത്രയും സംസാരിച്ചപ്പോൾ ഒരു മറയും പാടില്ലെന്ന് പറഞ്ഞു വന്നു. അങ്ങനെ ഞങ്ങൾ റൂമിൽ പോയി. എനിക്കാണെങ്കിൽ ഭയങ്കര ചമ്മലായിരുന്നു. അവൾ പറഞ്ഞൊരു കാര്യം ചെയ്യേ, കണ്ണടച്ചാൽ കിടന്നാൽ മതി, അപ്പോൾ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞെങ്കിലും അവൾ അങ്ങ് നിർബന്ധിക്കുകയാണ്. പിന്നെ ഞാൻ പുറത്തു. എന്തായാലും പണ്ടോ പരീക്ഷണങ്ങൾക്കൊന്നും ഒരു സ്ഥാനവുമില്ലായിരുന്നു. ഇപ്പം കൂട്ടിനൊരാളുണ്ട്, 2 സ്ത്രീകളുമാണ്. അപ്പം പിന്നെ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ കൂടി കടന്നു പോയി കഴിഞ്ഞാൽ എന്താ കുഴപ്പം എന്നോർത്തു. എന്തായാലും പുതുമകൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. പുതുമകളെ തേടി ഞാൻ ഇരിക്കുകയായിരുന്നു. പക്ഷേ അതിനു മുമ്പ് അവൾ എന്നോട് പറഞ്ഞു, ഇതിനൊക്കെ ശാസ്ത്രീയമായ ചില കാര്യങ്ങളുണ്ട്. ആദ്യം പൂന്തോട്ടം നനയ്ക്കണം, എങ്കിലേ പൂക്കൾ നന്നായി വിടരുമെന്ന് പറഞ്ഞു. നീ എന്തെങ്കിലും ആട്ടെ, പെട്ടെന്ന് തീർക്ക് എന്ന് പറഞ്ഞപ്പോഴേക്കും അവൾ പൊട്ടിച്ചിരിച്ചു. ഞാനൊരു കാര്യം പറയാം, ഇത് തുടങ്ങിക്കഴിച്ചു പിന്നെ പറയരുത്. എടി ബാറ്ററി ഇനി ഇടാനെന്ന് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ അങ്ങനൊന്നും പറയില്ല. എന്തായാലും അവൾ പൂന്തോട്ടം ഒന്ന് നനച്ചു. പൂക്കൾ വിരിയുമോ അല്ലെങ്കിൽ കായുണ്ടാകുമോ എന്നൊക്കെ ആർക്കറിയാം. അത് കഴിഞ്ഞപ്പോഴാണ് അവളുടെ യഥാർത്ഥ തന്ത്രപ്രയോഗങ്ങൾ എനിക്ക് മനസ്സിലായത്. എന്നിട്ട് അവൾ അത് കഴിഞ്ഞ ശേഷം എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. ഞാൻ കണ്ണടച്ച് കിടക്കുകയാണ്. ഇത്തിരിയായി കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നു മാഡം, എനിക്കറിയില്ല, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ ഒരു ഹിന്ദി സിനിമ കണ്ടിട്ടുണ്ട്. അതിലെ സീനുകൾ യഥാർത്ഥമാണ്. എല്ലാ സ്ത്രീകൾക്കും ഇത് ആവശ്യമാണെന്ന് എനിക്കന്ന് തോന്നി. ഞാനാണെങ്കിൽ എന്ത് പറയണമെന്നറിയാതിരിക്കുകയായിരുന്നു. പക്ഷേ മുന്നേറി കഴിഞ്ഞപ്പോഴേക്കും അവളോട് എനിക്കൊന്നും പറയാനില്ല. ഞാൻ കണ്ണു തുറന്നില്ല. എങ്കിലും എൻ്റെ ശബ്ദം വാനോളം ഉയർന്നു. അപ്പോൾ അവൾ പറഞ്ഞു, വേണ്ട, നാട്ടുകാർ ഓടിക്കൂടും എന്ന് പറഞ്ഞ് എൻ്റെ വായി അവൾ മൂടി. എനിക്കാണെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പായി, എൻ്റെ ഭർത്താവിനേക്കാളൊക്കെ മികച്ച കൂട്ടുകാരനായി ഈ സമയത്ത് യന്ത്രം മാറുമായിരിക്കും എന്നെനിക്ക് തോന്നി. കാര്യം ആദ്യത്തെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഇതെൻ്റെ ആദ്യഘട്ടം താണ്ടിയെന്ന്. പിന്നെയും തുടർച്ചയായി 3 വട്ടം എനിക്ക് പല ഘട്ടങ്ങളും താണ്ടേണ്ടി വന്നു. അത് കഴിഞ്ഞ് എൻ്റെ മുഖഭാവം മനസ്സിലാക്കിയിട്ടാണ് അവൾ അത് സ്റ്റോപ്പ് ചെയ്തത്. അപ്പോഴേക്കും ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ഇനി നിങ്ങൾ ലോകത്തിലുള്ള യന്ത്രങ്ങളെ കുറ്റം പറയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ലെന്ന്. ഇനിയിപ്പോൾ തനിച്ച് ഉപയോഗിക്കില്ലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഉപയോഗിക്കാമെന്ന്. പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും തുടർച്ചയായുള്ള ഇത്തരം ഡിസ്കഷൻസ് ഞങ്ങളെ 2 പേരെയും കൂടെ യന്ത്രം ഉപേക്ഷിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നു. കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും അനിതര സാധാരണമായ അടുപ്പം ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. അവളാണ് എന്നോട് പറഞ്ഞത്, യന്ത്രങ്ങൾ ഉപേക്ഷിക്കപ്പെടേണ്ടതല്ല. നമ്മളുടെ ഇടയിലേക്ക് യന്ത്രങ്ങളെ കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് 2 പേർക്കും അനന്തവിഹായസിൽ പറന്നു നടക്കാമെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞത് കറക്റ്റായിരുന്നു. അതും ഇതും എല്ലാം കൂടിയായി കഴിഞ്ഞപ്പോഴേക്കും തൃക്കാവടി പൂക്കാവടി നാദസ്വരമായി എന്ന് പറഞ്ഞതുപോലെയായിരുന്നു ജീവിതം. സത്യം പറഞ്ഞാൽ ഇത്രയും നാളുള്ള എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളിൽ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത്. ഞങ്ങൾ തമ്മിൽ അടുപ്പമാണെന്ന് പറഞ്ഞല്ലോ, അത് ഏതടുപ്പമാണെന്ന് പറയാൻ തന്നെ മാഡത്തിന് മനസ്സിലായി കാണും. 2 സ്ത്രീകൾ കൂടുതൽ അടുക്കുന്നത് പലർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ലായിരിക്കാം. എങ്കിലും എൻ്റെ ഭർത്താവിനെ മാത്രം ആശ്വസിച്ച് കഴിഞ്ഞ് ഞാനിപ്പോൾ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. 2 സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റുക എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ആ ബന്ധത്തെ പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് അത്രയ്ക്കൊന്നും മനസ്സിലാകില്ല. ഏറ്റവും നല്ല ജോഡികൾ 2 സ്ത്രീകൾ തന്നെയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി മാഡം. ഒരു വട്ടം എൻ്റെ ഹസ്ബൻഡ് വന്നിരുന്നു. ആ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്കൊത്തിരി പാടായിരുന്നു. അദ്ദേഹത്തോട് എനിക്ക് യാതൊരു വിധത്തിലുള്ള താല്പര്യങ്ങളും തോന്നാത്ത അവസ്ഥയായിരുന്നു. ഹസ്ബൻഡ് പോയപ്പോൾ ഞാൻ ആശ്വസിച്ചു. പിന്നെയും ഞങ്ങൾ കടലിലെ പോലെ ഒഴുകി നടന്നു. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നത് ഇത് എന്തെങ്കിലും പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുമെന്നാണ്. കാര്യം അത്രയ്ക്ക് അറ്റാച്ച്ഡാണ്. അവൾ പറഞ്ഞത് പ്രശ്നമില്ല, കോഴ്സ് നടത്തിപ്പോയി കഴിയുമ്പോഴേക്കും നമുക്കിത് നോർമലായി കരുതാമെന്ന്. പക്ഷേ ഇത്ര അറ്റാച്ചൊക്കെ ആയിട്ട് കോഴ്സ് നിർത്തി അവൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയാകില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. എൻ്റെ മൈൻഡ് വേറൊരു സെറ്റപ്പിലും അവളുടെ മൈൻഡ് സെറ്റപ്പ് വേറെയുമാണ് മാഡം. ഹസ്ബൻഡ് പിന്നെ വിളിക്കുമ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് മാത്രമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ ഓവർ അറ്റാച്ച്മെൻറ്റ് എനിക്ക് കുഴപ്പമുണ്ടാക്കുമെന്ന് തോന്നുന്നു. എങ്ങനെയാണ് ഇതെല്ലാം
എല്ലാം എൻ്റെ മനസ്സിൽ വന്നെന്നറിയില്ല. പണ്ടൊക്കെ ഇത്തരം കാര്യങ്ങളോട് എനിക്ക് ഫുൾ എതിരായിരുന്നു. ഇപ്പോൾ ഞാൻ ആകെ മാറിപ്പോയെന്നാണ് പറഞ്ഞത്. അതാണ് പറയുന്നത്, സാഹചര്യങ്ങൾ നമ്മളെ എങ്ങനെയാക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെല്ലാ കാര്യങ്ങളെയും എതിർക്കും. ഇന്ന് ഇഷ്ടമില്ലാത്ത എല്ലാ കാര്യങ്ങളെയും നമ്മൾ എതിർക്കും. പക്ഷെ നാളെ ഒരു സമയത്ത് നമുക്കതിനോട് ഇഷ്ടമുണ്ടാകുമോ അല്ലെങ്കിൽ നമ്മളതിലേക്ക് ചെന്നുപെടുമെന്നൊന്നും നമുക്കൊരിക്കലും അറിയുകയില്ല. അതുകൊണ്ടാണ് ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഒരു അഭ്യൂഹം ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയില്ലെന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ മനസ്സെന്ന് പറയുമ്പോഴേക്കും പല കാര്യങ്ങളെക്കുറിച്ചും അറിയാനും ചായാനും ഒക്കെ സാധ്യതയുള്ളതാണ്. നമ്മുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച കുറേ മുൻവിധികളുണ്ടെങ്കിലും ചില സമയത്ത് അത് ഫലവത്താകില്ല. എന്തായാലും ഓവറായിട്ട് അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ ആര് തമ്മിലാണെങ്കിലും, ഇപ്പോൾ പുരുഷന്മാർ തമ്മിലാണെങ്കിലും അല്ലെങ്കിൽ സ്ത്രീകൾ തമ്മിലാണെങ്കിലും ആണും പെണ്ണും തമ്മിലാണെങ്കിലും ചിലപ്പോൾ അതിർത്തികൾ ലംഘിക്കുന്ന ബന്ധങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. സാഹചര്യങ്ങളാണ് അതിലെ വലിയ വില്ലൻ. പക്ഷേ ഈ പെൺകുട്ടി എന്ന് പറയുമ്പോഴേക്കും ചെറുപ്പകാലം മുതലേ അവൾക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്, കുറേ കാര്യങ്ങൾ അറിയാം. അവരുടെ ഹിസ്റ്ററി എന്താണെന്ന് നിങ്ങൾക്ക് അറിയുകയില്ല. ചെറിയ വായിൽ വലിയ വർത്തമാനങ്ങൾ പറയുന്നു, വലിയ പ്രവൃത്തികളേക്ക് നിങ്ങളെ നയിക്കുന്നു. നിങ്ങൾ ഓവർ അറ്റാച്ച്ഡ് ആകുന്നു. അവളൊരു ദിവസം പൊടിയും തട്ടിപ്പോകുന്നു. ഭർത്താവിനുള്ള താല്പര്യം കുറയുന്നു. ഇതൊക്കെ നിങ്ങൾ തന്നെ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ഭർത്താവുമായിട്ടുള്ള ബന്ധങ്ങളുമൊക്കെ തകരാറിലാകും. ഇതെല്ലാം ഹ്രസ്വമായ കാര്യങ്ങളാണ്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ബന്ധം അത്രയ്ക്ക് അങ്ങോട്ട് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളുടെ സ്വഭാവം അനുസരിച്ചിട്ട് അവളുടെ പാട്ടിന് പോകും. ആ സമയത്ത് നിങ്ങൾ മാനസികമായ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒന്നുകിൽ ഇത് നിർത്തുക, അല്ലെങ്കിൽ വളരെ പ്രാക്ടിക്കലായിട്ട് സ്പോർട്ടീവായിട്ട് എടുക്കുക. ഓവർ അറ്റാച്ച്മെൻറ്റ്, അതായത് നമുക്കറിയാം ആൾ പോകേണ്ട ആളാണ്. അങ്ങനെ ആകുമ്പോൾ ആ ഒരു ആൾ ഉള്ള സമയം വരെ നമുക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷേ ഓവർ അറ്റാച്ച്ഡ് ആകുക, അയാൾ പോയി കഴിഞ്ഞാൽ നമുക്ക് നിലനിൽപ്പില്ലാതാകുക എന്നുള്ള ചിന്ത, ഓവർ പൊസീവ്നെസ്, പ്രണയം പോലെയുള്ള ഏരിയയിലേക്ക് പോകുക, ഇത്തരം കാര്യങ്ങൾ വന്നു കഴിയുമ്പോഴേക്കും ആകെ താറുമാറാകും. ഒന്നുകിൽ ഇതിനെ വളരെ പ്രാക്ടിക്കലായിട്ട് കരുതുക, അല്ലെങ്കിൽ ഇത് ഓക്കെ ഇങ്ങനെയൊക്കെ വന്ന് ഭവിച്ചു ഇനി വേണ്ട എന്നുള്ള തീരുമാനത്തിലെത്തുക. അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം നടന്നു കഴിഞ്ഞ് അല്ലെങ്കിൽ അവൾ പോയി കഴിഞ്ഞ് വലിയ ട്രോമകൾ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി കൗൺസിലിങ്ങോ മറ്റു കാര്യങ്ങൾക്കോ പോകുമെന്ന് ഉറപ്പിക്കുക. അതല്ലാതെ ഇപ്പോഴും നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ഭർത്താവുണ്ട്, ഈ ഒരു കാര്യം സംഭവിച്ചു എന്ന് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൽ നിന്ന് അകന്നു പോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നീതികേടല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ദാമ്പത്യം പിന്നെയും കുളമാക്കും. അപ്പോൾ ഈ പെൺകുട്ടി, അവൾ അതിപ്രസരിപ്പുള്ള ഒരു പെൺകുട്ടി വന്ന് നിങ്ങളുടെ ജീവിതം ആ കൂടി മാറ്റിമറിക്കുന്നു. അതിൽ രസമുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതം തകർന്നും പോകുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ആ പെൺകുട്ടിയാണോ ഉത്തരവാദി, നിങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബലഹീനമായ മനസ്സുള്ള നിങ്ങളാണ് ഉത്തരവാദി. കാര്യം ആ പെൺകുട്ടിയുടെ കാലിബർ നിങ്ങൾ മനസ്സിലാക്കില്ല. അവൾ ഈ പറഞ്ഞതുപോലെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നതെന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഒരു പക്ഷേ നിങ്ങൾ ചൂഷണം ചെയ്യപ്പെടുകയായിരിക്കും. സാധാരണ നമ്മൾ ഓർക്കും വലിയ പ്രായത്തിലുള്ള ആൾക്കാരായിരിക്കും ചൂഷണം ചെയ്യുന്നതെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഏത് സമയത്താണ് ഏത് മനുഷ്യൻ നമ്മളെ ഏത് രീതിയിൽ ചൂഷണം ചെയ്യുക നമുക്ക് പറയാൻ പറ്റില്ല. ഒന്നുകിൽ ഇത് വെറും നോർമലായുള്ള കാര്യമായിട്ട് എടുത്ത് കൊണ്ടുപോകുക. നിങ്ങളല്ലെങ്കിൽ യന്ത്രങ്ങളാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളെ ആശ്രയിച്ച് വേണമെങ്കിലും മുന്നോട്ട് പോകുന്ന രീതിയിലേക്കാകുക. മനുഷ്യർ തമ്മിലുള്ള അനാവശ്യ അടുപ്പങ്ങൾ അതെപ്പോഴാണെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ശ്രദ്ധിച്ച് ജീവിക്കുക, ശ്രദ്ധിച്ച് മാനേജ് ചെയ്യുക. ഇത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് നിങ്ങളുടെ കയ്യിലാണ്.